അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീറുൽ ജലാലൈനി സബക്ക് 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറത്തി മദനിയ്യത്തുൻ. സൂറത്തുൽ ബഖറ മദനിയാണ്. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് മക്കിയ മദനിയ. മക്കിയ എന്ന് പറഞ്ഞാൽ മക്കത്ത് അവതരിച്ചത്, മദനിയ എന്ന് പറഞ്ഞാൽ മദീനത്ത് അവതരിച്ചത്. അത് തെറ്റാണ് മനസ്സിലാക്കിയത്. മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതിനെന്ത് പറയും? മക്കിയ. മദനിയ എന്ന് പറഞ്ഞാലോ ഹിജറക്ക് ശേഷം ഇറങ്ങിയതിന് മദനിയ എന്ന് പറയും. അപ്പോൾ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതിനെന്ത് പറയും? മക്കിയ എന്ന് പറയും. അത് മദീനത്ത് അവതരിച്ചാലും അതുപോലെ കൂഫയിലാവട്ടെ വയിലാവട്ടെ എവിടെയാണെങ്കിലും മക്കിയ എന്ന് പറയുന്നത് ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതിനെന്ത് പറയും? മക്കിയ എന്ന് പറയും. ഇവിടെ മദനിയാണ്, ഹിജറക്ക് ശേഷം ഇറങ്ങിയതാണ്. മിയത്താനി വസിത്തുൻ ഔസബോൻ വസമാനൂന. 286 അല്ലെങ്കിൽ 287 ആയത്താണ്. ആയത്തിനാൽ തമ്മീസാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അലിഫ് ലാം മീം. ഇതിൻ്റെ മഅന നമുക്ക് വെക്കാൻ കഴിയൂല. ഇത് മുത്തശാബി ആയത്താണ്. നോക്കുക, അതാണ് തഫ്സീർ. നോക്കി, അള്ളാഹു അഅലമു ബി മുറാദിഹി ബിദാലിക. അള്ളാഹു അറിയുന്നവനാണ് ബി മുറാദിഹി, അള്ളാഹുവിൻ്റെ മുറാദ് കൊണ്ട് ബിദാലിക. ഈ അലിഫ് ലാം എന്നതുകൊണ്ട് അള്ളാഹിൻ്റെ മുറാദ് കൊണ്ട് അള്ളാഹു അറിയുന്നവനാണ്. അവിടെ അഅലമുനെ ഏറ്റവും അറിയുന്നവൻ, നല്ലോ അറിയുന്നവൻ മഅന വെക്കണ്ട. ദാലിക ഐ ഹാദ. ദാലിക തഫ്സീർ കൊടുത്ത് നോക്കി. ഐ ഹാദ ഖരീബിലേക്കാണ് ഇഷാറത്തെ. ഇവിടെ ഇഷാറത്തിൻ്റെ സ്മോ ഉപയോഗിച്ച് ബോധത്തിലേക്കാണ്. എന്തിനു വേണ്ടി? തഅലീമിന് വേണ്ടി. ദാലിക്കൽ കിതാബ്, ഈ കിതാബ് അല്ലദീ യഖ്റഉഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി നിങ്ങൾ കോയിത്തരുന്ന ഈ കിതാബ് ലാ റൈബ ശക്ക ഫീഹി. ഇതിൽ ശക്കില്ല. ശക്കില്ല എന്ന് പറയുമ്പോൾ മുനാഫിക്കീങ്ങൾക്ക് ശക്കുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഇതിൽ സംശയിക്കേണ്ട ഇടമില്ല. ശക്കിൻ്റെ ഒരു ഇടമില്ല. അന്നഹു മിൻ ഇൻദില്ല. ഇത് അള്ളാഹിൻ്റെ പക്കൽ നിന്നാണെന്ന് സംശയിക്കേണ്ട ഒരു ഇടമില്ല. വ ജുംലത്തുൻ നബിയ്യ്. ഈ ലായും അതിൻ്റെ സ്മോ ഖബറും കൂടിയ ജുംല ഖബറുൻ, ഖബറാണ്. അപ്പം അതിൻ്റെ മൂത്ത് മുബത്തദഹു, അതിൻ്റെ മൂത്ത് ദാലിക്ക, ദാലിക്ക എന്നുള്ളതാണ്. വൽ ഇഷാറത്തു ബിഹി. ഈ ദാലിക്ക എന്നതുകൊണ്ട് ഇഷാറത്ത് ചെയ്യൽ ലി തഅലീമി, തഅലീമിന് വേണ്ടിയാണ്. ദാലിക്ക ഹാദ ഉപയോഗിക്കാൻ എന്തുകൊണ്ട് ദാലിക്ക ഉപയോഗിച്ചു? അത് തഅലീമിന് വേണ്ടിയാണ്. മനസ്സിലായോ? ഹുദൻ ഖബറുൻ സാനിൻ, അത് രണ്ടാം ഖബറാണ്. ഹാദിൻ ഇവിടെ ഇസ്മ ഫായിലിനെ മസ്തറിൻ്റെ വായനക്ക് ഉപയോഗിച്ചേക്കാണ്. വഴികാട്ടിയമാണ്. അത് ഇവിടെ ഇസ്മായിലിനെ മസ്തറിൻ്റെ വായനക്ക് ഉപയോഗിച്ചത് പറയുമ്പോൾ എന്താണ്? ഹുദയുടെ കട്ടയാണ്. മനസ്സിലായോ? ആർക്ക്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്. എന്താണ് മുത്തഖീങ്ങൾക്ക്? ഇപ്പോൾ ഇത് വഴികാട്ടിന് ഓൾറെഡി മുത്തഖി ആയല്ലോ, പിന്നെ അവർക്ക് വഴികാട്ടേണ്ട ആവശ്യമുണ്ടോ? ആ ചോദ്യത്തിൽ ഉത്തരമാണ് ശേഷം നോക്കി. അസ്വാഇരീന ഇല തഖ്വ. തഖ്വയിലേക്ക് അണഞ്ഞുകൂടുന്നവരായി, ആയിത്തീരുന്നവരായി. ഇപ്പോൾ അവർ ളലത്തിൽ തന്നെയാണ്. അപ്പോൾ പിന്നീട് എന്തായി മാറും? അവർ തഖ്വയിലേക്ക് അണഞ്ഞുകൂടുന്നവരായി മാറും. ബി ഇംതിസാലിൽ അവാമിരി വജിത്തിനാബിൻ നവാഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കൽ കൊണ്ടും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ വെടിയൽ കൊണ്ടും. എന്തേ അവർക്ക് മുത്തഖി എന്ന് പറയാൻ കാരണം? ലിഇത്തിഖാഇഹിം, അവർ കാത്തതിന് വേണ്ടി. ബിദാലിക്ക, ഇംതിസാൽ കൊണ്ടും ഇജ്തിനാബ് കൊണ്ടും. എന്തിനെ? അന്നാറ, നാറിനെ അവർ കാത്തതിന് വേണ്ടി. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. إن شاء الله അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.